ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഇതിപ്പോ കേരളത്തിന്റെ സമരം എന്നുള്ള നിലയിൽ ഇതിനെ കാണണ്ട. കർണാടകയുടെ സമരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചലോ ഡൽഹി പ്രക്ഷോഭമാണ് നാളെ. കേരളത്തിന് 57,400 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ളതാണ് കെ എൻ ബാലഗോപാലിന്റെ വാദമെങ്കിൽ 2018 തൊട്ട് അങ്ങോട്ട് 1,87,000 കോടി കേന്ദ്രം കട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും തുക കന്നഡിക മനുഷ്യർക്ക് കിട്ടാനുണ്ട് എന്നുള്ളതാണ് കർണാടക സർക്കാരിന്റെ, ഇവരുടെ കോൺഗ്രസ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട നിലപാട്. അവരതിനു വേണ്ടി സമരം ചെയ്യുന്നു. ഇപ്പൊ കേരളം സമരം ചെയ്യുമ്പോൾ നോക്കൂ, ഇന്ന് MK സ്റ്റാലിൻ പരസ്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവേചനപരവും ഭരണഘടനാ വിരുദ്ധവുമായ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ ഫിസിക്കൽ ഓട്ടോണമിയിൽ യൂണിയൻ ഗവൺമെന്റ് കൈകടത്തുകയാണ്. അപ്പൊ ഇതിനെതിരെ ഞങ്ങളുണ്ട് എന്ന് തമിഴ്നാട് പറയുന്നു. അപ്പോൾ നോക്കൂ, കർണാടക, തമിഴ്നാട്, കേരളം, 3 സംസ്ഥാനങ്ങൾ സമരപാതയിലാണ്. ഈ കേരളത്തിന്റെ സമരത്തിന് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബ്, ഡൽഹി സംസ്ഥാനങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ അനിതര സാധാരണമായ ഒരു സംഘർഷാത്മക അന്തരീക്ഷം ഉണ്ടാവുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. അല്ല, ആരുടെയും സമരം ചെയ്യാനുള്ള അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യില്ല, ഞങ്ങൾ ചോദ്യം ചെയ്യില്ല. ഒരു ജനാധിപത്യ രാജ്യമാണ്. സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിൻ്റെ MP-യുടെ പ്രസ്താവനയോടാണ്. കാരണം ഇങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം ഉണ്ടാക്കേണ്ടി വരുമെന്ന് കോൺഗ്രസിൻ്റെ ബാംഗ്ലൂർ റൂറൽ MP-യും അതോടൊപ്പം DK ശിവകുമാറിൻ്റെ സഹോദരനുമായ DK സുരേഷ് കുമാർ നടത്തിയ പ്രസ്താവനയോട് മാത്രമാണ് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. എനിക്ക് ലളിതമായൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതെ, അവിടെയാണ് കുഴപ്പം. അവർക്ക് തന്നെ തള്ളി പറയേണ്ടി വരുന്നു അവരുടെ പ്രസ്താവനകളെയും പ്രവർത്തികളെയും. അവിടെയാണ് പ്രതിപക്ഷം, അവിടെയാണ് കുഴപ്പത്തിലാവുന്നത്. അതുപോട്ടെ. അപ്പം ഞാൻ കഴിഞ്ഞ 3 ദിവസം 4 ദിവസമായി ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിച്ചു, 2, 3, 4 ഇങ്ങനെ നടക്കുന്നുണ്ട്. 3ഉം 4ഉം ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധിയായിരുന്നു. ഇപ്പോൾ ഇന്നലെയുണ്ട്, ഇന്നുണ്ട്. ഞാൻ ഒരു എന്താ പറയുക അവസരത്തിൽ പോലും രാജ്യസഭയിലോ ലോകസഭയിലോ ഞങ്ങളുടെ സംസ്ഥാനത്തിന് ഇത്ര രൂപ അന്യായമായി തടഞ്ഞു വെച്ചിട്ടുണ്ട്, കിട്ടേണ്ടതായ തുക ഇത്ര രൂപ ഇന്ന ഇനത്തിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് ഈ പറയുന്ന കേരളത്തിൽ നിന്നുള്ള MP-മാരോ അല്ലെങ്കിൽ ഇടതുപക്ഷ MP-മാരോ തമിഴ്നാട്ടിലെ MP-മാരോ ആം ആദ്മി പാർട്ടിയുടെ MP-മാരോ ഇത്ര രൂപ ഇന്ന ഇനത്തിൽ തരാനുണ്ട്, എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ചോദിച്ചതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ 4 ദിവസവും കണ്ടിട്ടില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ കേരളത്തിന് വേണ്ടി ആ ചോദ്യം ചോദിച്ചത് 2 കോൺഗ്രസ് MP-മാരാണ്. അവരൊരു സംശയ നിവാരണി എന്ന നിലയിൽ പണ്ട് NK പ്രേമചന്ദ്രൻ ചോദിച്ച പോലെ ചോദിച്ചതാണ്. ഇങ്ങനെ പോഷൻ പദ്ധതിയിൽ പൈസ കൊടുക്കാനുണ്ട് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? മൻരേഗയ്ക്ക് പൈസ കൊടുക്കാനുണ്ട്, അതായത് തൊഴിലുറപ്പിന് കൊടുക്കാനുണ്ട്, ശരിയാണോ എന്ന്. ആ 2നും കൃത്യമായ ഉത്തരം കിട്ടി, അതോടെ അവസാനിച്ചു. അതിൻ്റെ പേരിൽ പിന്നെ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. ഈ തവണ ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. അപ്പോൾ പാർലമെന്റിൽ ചോദ്യം ചോദിക്കാതിരിക്കുക. കാരണം പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിൽ ഒരു ലോക്സഭാ ക്ലാരിഫിക്കേഷൻ വരുത്തിക്കോട്ടെ ശ്രീ വി പി ശ്രീപത്മനാഭൻ. ആരും ചോദ്യം ചോദിച്ചില്ല എന്ന് പറയരുത്. ദ ലോക്സഭ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് നമ്പർ 455 ടു ബി ആൻസേർഡ് ഓൺ മൺഡേ 5th February 2024. ഇതാ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നലെ 5 ഫെബ്രുവരിയിൽ ഉത്തരം ചെയ്ത ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യം നമ്പർ 455. ഇത് കേരളത്തെ സംബന്ധിച്ച ചോദ്യമാണ്. ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് DMK-യുടെ TR ബാലുവും A രാജയും ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അതിന് ഉത്തരം എന്ത് എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ചോദ്യം പാർലമെന്റിൽ വന്നിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. അൺസാറ്റിസ്ഫാക്ടറി ആയ, അതായത് ചോദ്യം ചോദിച്ചത് കഴിഞ്ഞ 2 തവണയും ഒരിക്കൽ NK പ്രേമചന്ദ്രനും കേരളത്തിന് വേണ്ടി ചോദിച്ചു, കഴിഞ്ഞ തവണ 2 MP-മാർ ചോദിച്ചു. ഈ രസബന്ധ എന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണ്ടി ചോദിക്കുന്ന UDF MP-മാരാണ്. അവർക്ക് കിട്ടുന്ന ഉത്തരം സാറ്റിസ്ഫാക്ടറി ആൻസേഴ്സ് ആണ്. പിന്നെ തർക്കമില്ല, അതോടുകൂടി അവസാനിക്കുകയാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരത്തിനൊന്നും തർക്കം ഉണ്ടാവുന്നില്ല. അതിലൊക്കെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് അവസാനിക്കുകയാണ് അതോടുകൂടി ആ വിഷയം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞു, പദ്ധതി വിഹിതത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊന്നും കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനിക്കുന്നതല്ല, 15ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, ഈ പദ്ധതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ ജനസംഖ്യാ നിയന്ത്രണത്തിൽ എന്താ പറയുക കൃത്യത പാലിച്ച, അല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക് 1971 സെൻസസിൽ നിന്നും മാറ്റി 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതി വിഹിതം നൽകുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് UP പോലുള്ള ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് 17.989% UPക്ക് കിട്ടുന്നത്. 10.343 ബീഹാറിന് കിട്ടുന്നത്. കേരളത്തിന് കിട്ടുന്നത് 1.92.
ഇത് സത്യമാണ്. ജനസംഖ്യ കർശനമായി ആ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്ക് പദ്ധതി വിഹിതം കുറയുകയും ജനസംഖ്യ ആ നിയന്ത്രണം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് പദ്ധതി വിഹിതം കൂടുകയും ചെയ്തിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുറ്റം കൊണ്ട് സംഭവിച്ചതല്ല. ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് പദ്ധതി വിഹിതം കൊടുക്കുന്നത്. പിന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ, ദാരിദ്ര്യത്തിന്റെ ആ തോതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. ഇതാണ് ഇതിന്റെ മാനദണ്ഡം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ല, ഇതങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിനെ പറ്റി പറഞ്ഞു. പശ്ചിമ ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് കേരളത്തിന്. എൻ്റെ അടുത്ത് കണക്കുണ്ട്, ഞാൻ വായിക്കുക വേണമെങ്കിൽ. പശ്ചിമ ബംഗാൾ 42 ലോക്സഭാ സീറ്റുള്ള 8-9 കോടി ജനങ്ങളുള്ള സംസ്ഥാനമായ പശ്ചിമ ബംഗാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിരിക്കുന്നത് കേരളത്തിനാണ്. 14 സംസ്ഥാനങ്ങൾക്കേ അത് കൊടുത്തിട്ടുള്ളൂ. 14 സംസ്ഥാനങ്ങൾക്കേ അത് കൊടുത്തിട്ടുള്ളൂ. അതിൽ 2ാം സ്ഥാനത്ത് കേരളമാണ്, 1ാം സ്ഥാനത്ത് പശ്ചിമ ബംഗാൾ. കേരളത്തെക്കാൾ വലിപ്പമുള്ള ആന്ധ്രാപ്രദേശ് 25 ലോക്സഭാ സീറ്റ്, കേരളത്തെക്കാൾ കുറച്ച് പൈസയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ, 15ാം ധനകാര്യ കമ്മീഷന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇനി GST വിഹിതമാണെങ്കിൽ GST കൗൺസിലിൽ എടുക്കുന്ന ഐകകണ്ഠേയമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ കൊടുക്കുന്നതാണ്. ഇതൊന്നും പൊളിറ്റിക്കൽ അല്ല. ഇപ്പോൾ പൊളിറ്റിക്കൽ അല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശുകാർ സമരം ചെയ്യാൻ പോകുന്നില്ല, BJP അല്ലല്ലോ ഭരിക്കുന്നത്. ഒറീസ സമരം ചെയ്യാൻ പോകുന്നില്ല, BJP അല്ലല്ലോ ഭരിക്കുന്നത്. പക്ഷെ സമരത്തിന് ഞാൻ എതിരല്ല. സമരം ജനാധിപത്യപരമായ അവകാശമാണ്, നിങ്ങൾ ചെയ്തു.